മുഖ്യമന്ത്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല മുഖങ്ങളും തെളിയും. അത് ആരായാലും മുഖ്യമന്ത്രിയുടെ പ്രൗഢി അതിൽ വലിയ വ്യത്യാസം തോന്നില്ല. ഭരണകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി എത്തുന്നത് ആ വ്യക്തിയുടെ സൗകര്യമനുസരിച്ചാകും. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള രീതിയിൽ ജീവനക്കാർ ഓഫീസ് സെറ്റാക്കിയിട്ടുണ്ടാകും. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് എത്തിക്കും, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരും. തൂവെള്ള വസ്ത്രത്തിലെത്തുന്ന മുഖ്യമന്ത്രിക്കൊപ്പം പ്രൈവറ്റ് സെക്രട്ടറി, ചിലപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി, സുരക്ഷാ ജീവനക്കാർ തുടങ്ങി ഒരു വൻ പട തന്നെ ഉണ്ടാകും. ഇത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ തമിഴ്നാട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് പുത്തൻ അനുഭവമാകുകയാണ് മുഖ്യമന്ത്രി വിജയിയുടെ രീതികൾ. മുഖ്യമന്ത്രിമാരൊക്കെ ഇത്ര സിമ്പിളാകുമോ എന്നാകും അവരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണവുമായി എത്തി ഓഫീസിലിരുന്ന് കഴിക്കുക, ഓഫീസിൽ എത്തുന്നതിലെ കൃത്യനിഷ്ഠത, ഉദ്യോഗസ്ഥർക്കൊപ്പം ടേബിൾ മാറ്റിയിടാൻ കൂടുക, സഭയിലാണെങ്കിലും പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ള ഇടപെടലും പെരുമാറ്റവും, എല്ലാത്തിനും പുറമെ പരമ്പരാഗത വെളുത്ത വസ്ത്രത്തിൽ നിന്ന് മാറി ബിസിനസ് ക്ലാസ് ലുക്കിലുള്ള കോട്ടും ഷർട്ടും പാന്റും ധരിച്ച ഔട്ട്ലുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം പോലെ തന്നെ എല്ലാവരെയും അമ്പരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി വിജയുടെ ലാളിത്യത്തെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഇഷ്ടവും സമയവും. മാത്രമല്ല, വിജയുടെ ഈ കൃത്യനിഷ്ഠതയോടെയുള്ള ദിനചര്യ സർക്കാർ ജീവനക്കാരിലും കൃത്യനിഷ്ഠതയുണ്ടാക്കാൻ ഇടയാക്കുമെന്ന് ഉറപ്പാണ്. രസകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ CM വിജയ് ലുക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഫാഷൻ ട്രെൻഡ് ആയിട്ടുണ്ട് എന്നതാണ്. മെയ് 10 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിയതു മുതൽ വിജയ് എന്ന മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു അത്ഭുതമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ വിജയുടെ കൃത്യനിഷ്ഠ തമിഴ്നാട് സെക്രട്ടേറിയറ്റിലെ ചർച്ചാ വിഷയമാണ്. സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിൽ പാലിക്കുന്ന സമയനിഷ്ഠയാണ് വിജയെ വ്യത്യസ്തനാക്കുന്നത്. എല്ലാ ദിവസവും അതിരാവിലെ ചെന്നൈയിലെ വസതിയിൽ നിന്ന് ഇറങ്ങുന്ന വിജയ് ഓഫീസ് സമയം ആരംഭിക്കുന്നതിനും 5 മിനിറ്റ് മുമ്പേ ഓഫീസിൽ എത്തിയിരിക്കും. കൃത്യം 4 മണി വരെ ഓഫീസിലുണ്ടാകും. സത്യപ്രതിജ്ഞാ ദിവസം തന്നെ വിജയുടെ കൃത്യനിഷ്ഠ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രാവിലെ 10 മണിക്ക് നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞയ്ക്ക് 8:55 തന്നെ വിജയ് സത്യപ്രതിജ്ഞാ വേദിയിലെത്തി. തൊട്ടടുത്ത ദിവസം MLA-മാരുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. അന്നും നിശ്ചയിച്ച സമയത്തിന് 3/4 മണിക്കൂർ മുന്നേ വിജയ് സ്ഥലത്തെത്തി. 9:30 നിശ്ചയിച്ച സത്യപ്രതിജ്ഞയ്ക്ക് വിജയ് എത്തിയത് 8:45. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന മെയ് 12 8:45 സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച 13 9 മണിക്ക് വിജയ് എത്തി. പിന്നീടുള്ള ദിവസങ്ങളിലും ഈ സമയനിഷ്ഠ വിജയ് കൃത്യമായി പാലിക്കുന്നതാണ് കണ്ടത്. രാവിലെ 9:55 സെക്രട്ടേറിയറ്റിൽ എത്തുന്ന വിജയ് 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഉദ്യോഗസ്ഥരുമായി ഭരണ നിർവഹണ കാര്യങ്ങളുടെ ചർച്ചയിലാണ് ഇപ്പോൾ. മാത്രമല്ല, എല്ലാ ഉദ്യോഗസ്ഥരെയും പോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് CM വിജയുടെ ഉച്ചഭക്ഷണം. പുറമേ നിന്നുള്ള ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം തന്റെ ഓഫീസ് മുറിയിലിരുന്നാണ് വിജയ് കഴിക്കുന്നത്. അതിനിടെ ഒരിക്കൽ ജീവനക്കാർക്കൊപ്പം ചേർന്ന് ടേബിൾ മാറ്റിയിടാൻ സഹായിക്കുന്ന വിജയുടെ ഒരു വീഡിയോയും വൈറലായിരുന്നു. ലളിതമായ ഈ ജീവിത രീതികളാൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഇടയിൽ വിജയ് എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു സംസാര വിഷയമാണ്.